ഹായ് വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആൻറ്റി ഏജിങ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്. നമ്മളൊരു ആൻറ്റി ഏജിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ 45 വയസ്സൊക്കെ കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ സ്കിൻ നമ്മൾ പോലും അറിയാതെ പതുക്കെ ചുളിവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. പിഗ്മെൻറ്റേഷനും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ആ സമയത്ത് ഒരുപാട് ചിലർ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് രീതിയിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതേ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടാൽ മാത്രമേ നമുക്കതെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ഉണ്ട്. കാരണം നമ്മളെപ്പോഴും എന്ത് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോഴും നമ്മൾ ആൻറ്റി ഏജിങ് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. നമ്മൾ കൊളോജിൻ നമുക്ക് മാക്സിമം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ അടങ്ങിയുള്ള ഫുഡുകളായിരിക്കണം നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ബാക്കി അങ്ങോട്ട് നമ്മൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്നല്ല, നമ്മൾ സ്കിൻ കെയറിലോ എന്തിൽ നമ്മളിത് മാറ്റം കൊണ്ടുവന്നാലും നമ്മൾ എടുക്കുന്ന ഫുഡിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മളുടെ ഡയറ്റ് എന്നുള്ളത് അത് കറക്റ്റ് ആയിരിക്കണം, പ്രോപ്പറായിരിക്കണം. എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെടുക്കുന്ന ഫുഡിൽ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് നമ്മൾ എത്രത്തോളം കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിന് മുമ്പ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്കിൻ കെയറിൽ നമ്മൾ എങ്ങനെയാണ് ആൻറ്റി ഏജിങ് ആ ഒരു സമയത്ത് സ്കിൻ റിപ്പയറിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകാം. അപ്പോൾ കാരണം നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം. കാരണം നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന സമയം, അതുപോലെ പിഗ്മെൻറ്റേഷൻ, ചുളിവുകൾ ഇതെല്ലാം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വൈറ്റമിൻ സി എടുക്കണം, അതുപോലെ തന്നെ കൊളോജിൻ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, റെറ്റിനോൾ എടുക്കണം. റെറ്റിനോളൊക്കെ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട സംഭവമാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ എടുക്കേണ്ട സംഭവമാണ്. അപ്പോൾ അത് എടുക്കുക. വൈറ്റമിൻ സി സിറം മോർണിംഗ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ക്ലെൻസ് ചെയ്ത് ടോണർ യൂസ് ചെയ്തിട്ട് വൈറ്റമിൻ സി ഇട്ടിട്ട് ദെൻ മോയ്സ്ചറൈസർ ദെൻ സൺസ്ക്രീൻ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. ഈ നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ നമ്മളുടെ കൊളോജൻ മോയ്സ്ചറൈസർ ഉണ്ടാവണം. അതുപോലെ തന്നെ ക്ലെൻസർ ടോൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ റെറ്റിനോൾ എടുക്കുക. റെറ്റിനോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചെയ്യണം. അതുപോലെ തന്നെ നല്ലപോലെ കൊളോജൻ കണ്ടൻറ്റുള്ള മോയ്സ്ചറൈസർ നമ്മൾ എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അതിന് ശേഷമാണ് നമ്മൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകേണ്ടത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് ഇരിക്കണം, നല്ല ഭംഗിയായിട്ട് ഇരിക്കണം. നമുക്ക് എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്ന് നമുക്ക് തോന്നണം. പ്രായം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇടുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ നമ്മൾ റെഡി ആവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ സ്കിൻ കെയർ ആദ്യം നമ്മൾ കറക്റ്റ് ആക്കണം, ഡയറ്റ് കറക്റ്റ് ആക്കണം, സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നിട്ട് മാത്രമാണ് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് നമ്മൾ പോകേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയുവാണ്. നമ്മളുടെ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് മിക്ക വീഡിയോസിൽ ഇപ്പോൾ പറയുന്നത്, സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പിൻ്റെ ക്ലാസ് നമുക്ക് വരുന്ന 24-നാണ് കേട്ടോ സെൽഫ് മേക്കപ്പ്. ഇപ്രാവശ്യം നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ന്യൂഡ് ലുക്കിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഗ്ലാസ് മേക്കപ്പ് ആയിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് പേര് ഒരു ന്യൂഡ് ലുക്ക് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഗ്ലാസ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ന്യൂഡ് ലുക്കും കൂടി ആയിരിക്കും കേട്ടോ. നമ്മളൊരു മേക്കപ്പൊക്കെ ചെയ്തൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് മേക്കപ്പ് ചെയ്യണമെന്ന്. പക്ഷെ അത് ഒത്തിരി അറിയാൻ പാടില്ല, ഭയങ്കര നാച്ചുറലായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാവശ്യം നമ്മളുടെ ക്ലാസ് ന്യൂഡ് മേക്കപ്പാണ്, വിത്ത് ഗ്ലാസ് ലുക്കിലായിരിക്കും. ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരുങ്ങണം, നമ്മളൊരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് മിസ് ചെയ്യേണ്ട. ആകെ നമുക്ക് വരുന്നത് 399 ആണ് ഫീസ് വരുന്നത് കേട്ടോ. ഓൺലൈനിലാണ് ലൈവ് ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നോട്ട്സും ഡൗട്ട്സ് ക്ലിയർ സെഷനും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. പ്രൊഡക്ട്സ് നോളേജും എല്ലാം തന്നെ ഉണ്ടാവും. എല്ലാ പ്രൊഡക്ട്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. 24-നാണ്. നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളുടെ ക്ലാസ്സിലേക്ക് വരുവാണ്, വീഡിയോസിലേക്ക് വരുവാണ് നമ്മളുടെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ മാർക്കറ്റിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്
നമുക്ക് ഭയങ്കര റിസൾട്ടായി കിട്ടുന്ന ഒത്തിരി കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ബെറ്റർ നമുക്ക് ആൻറ്റി ഏജിങ്ങിലേക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കെമിക്കൽ പീലാണ് കേട്ടോ. കെമിക്കൽ പീൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഡെഡ് സ്കിന്നിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്കിൻ ഒരു ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ ആയി ഒരു മാതിരിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കെമിക്കൽ പീലിംഗ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡെർമ പ്ലാനിങ് വരുന്നുണ്ട്. ഡെർമ പ്ലാനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ബ്ലേഡ് വെച്ചിട്ടുള്ള ഒരു എക്സ്ഫോലിയേഷനാണ്. അതായത് എക്സ്ഫോലിയേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ബ്ലേഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ് ഇതൊക്കെ. പക്ഷേ അതും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ കെമിക്കൽ പീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ സേഫാണ്, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഡെർമ പ്ലാനിങ്ങും സേഫ് അല്ല എന്നല്ല, സേഫാണ്. പക്ഷേ അതിനേക്കാളും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കെമിക്കൽ പീലിംഗ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പോലെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പേരെടുക്കുന്നത്. ക്ലിനിക്കൽ ഫേഷ്യൽ ഉണ്ട്, ഹൈഡ്രാ ഫേഷ്യൽ നമ്മൾ ക്ലിനിക്കലി ചെയ്യുന്നതുണ്ട്. ഹൈഡ്രാ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ്, നമുക്ക് എപ്പോഴും വേണ്ടത് പല ഫേഷ്യലും നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് എടുക്കാറുണ്ട്. ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് വേണ്ട സംഭവം എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടെടുക്കുക. സ്കിന്നിന് നമുക്കൊരു ടൈം കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് ആ ഒരു ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, സ്കിൻ ഒത്തിരി ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കൽ ബേസിലുള്ള ഒരു ഹൈഡ്രാ ഫേഷ്യൽ നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളൊരു മന്ത്ലി വൺസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലപോലെ നമ്മളുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് നല്ലൊരു ഫേഷ്യൽ എന്ന് പറയുന്നത്, ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് അത് ക്ലിനിക്കൽ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. അടുത്ത് നമുക്ക് നോക്കാം LED ലൈറ്റ് തെറാപ്പി. അങ്ങനെ എന്താ പറയുക, LED ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് കൊളോജിൻ നമ്മളുടെ സ്കിന്നിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് LED തെറാപ്പി എന്ന് പറയുന്നത്. അതും നമുക്ക് ക്ലിനിക്കലി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഇനിയും വരുന്നുണ്ട്. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഡെർമ ഫില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് പോകുന്നതാണ് നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ, അതുപോലെ LED ലൈറ്റ് തെറാപ്പി. ഇതൊക്കെ നമ്മൾ കുറച്ച് ബേസ് ലെവലാണ്. അതിനനുസരിച്ച് നമുക്കിതിനകത്ത് വരുമ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, ഓരോ സിറ്റിംഗ്, ഇപ്പോൾ നമുക്ക് കെമിക്കൽ പീലിംഗ് ചെയ്യുവാണെങ്കിൽ ഓരോ സിറ്റിങ്ങിന് ഇത്രയെന്ന് വെച്ചാൽ ചിലപ്പോൾ 3500 ഡിപ്പെൻസ് ആണ്. ഓരോ ഹോസ്പിറ്റലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലവിടെ 4500 വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത്ര കോസ്റ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് പോയിട്ട് ബോട്ടോക്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ബോട്ടോക്സ് ഒക്കെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് അതിലൂടെ ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഡെർമ ഇതൊക്കെ. അപ്പോൾ ഇത് ഡെർമ ഫില്ലേഴ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ പൈസ കൂടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞു തരുവാണ്. നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്കിന്നിന് എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ കൊളോജിൻ അളവ് കൂടും. അപ്പോൾ കൊളോജിൻ്റെ ഇത് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇലാസ്റ്റികത നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്കിന്നിൻ്റെ ഇലാസ്റ്റികത കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ആയി പോകരുത്. അതായത് സ്കിൻ ഭയങ്കര ലൂസായിട്ട് സാഗ് ചെയ്തിരിക്കുമല്ലോ, അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സിലൂടെ. സ്കിന്നെ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ടൈറ്റ് ആക്കും, കൊളോജൻ ബൂസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്കൊന്ന് നല്ല ഗ്ലോ കിട്ടി, നമ്മുടെ ടെക്സ്ചർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം, നമ്മൾക്ക് സ്കിന്നിലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പീലിങ്ങിലൂടെ നമുക്ക് ആവശ്യമില്ലാത്ത ഡെഡ് സ്കിന്നിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്കിൻ കുഴികളും അണ്ണീവണൊക്കെ ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കെമിക്കൽ പീലിംഗ് ആയിരിക്കും. അതുപോലെ മാർക്സ് ഒക്കെ ഒത്തിരി ഉണ്ട്, നമുക്ക് പാടുകൾ ഒത്തിരി ഉണ്ട്, പിഗ്മെൻറ്റേഷൻ്റെ ഇത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് കെമിക്കൽ പീലിംഗ് ആയിരിക്കും.
മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളവർ ഈ ഒരു പൈസയും ഈ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. പിന്നെ ഇത് കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഓക്കെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിച്ചാൽ കുറേ നാൾ കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത്രമാത്രം നമ്മളുടെ സ്കിൻ കെയറും നമ്മളുടെ ഡയറ്റും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കത് ആ ഒരു ഗ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പതിയെ നമുക്ക് പഴയ ലെവലിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തത് തെറ്റാണെന്നല്ല, ചെയ്യുമ്പോൾ അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും കൂടി നമുക്ക് പറ്റണം എന്നുള്ളതാണ്. വെറുതെ കുറച്ച് ദിവസം ചെയ്തിട്ട് നമുക്ക് ഒരു സിറ്റിംഗ് എടുത്തു 2 സിറ്റിംഗ് എടുത്ത് എന്നാൽ പിന്നെ മതി എന്ന് വെക്കരുത്. മാക്സിമം ചെയ്ത് പോകണം. അതുപോലെ നമുക്ക് പെർമനൻറ്റ് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാം. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ്സും നമുക്കിതിനകത്തുണ്ട്. അപ്പം ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെയും നമുക്കെല്ലാം ലേസർ ട്രീറ്റ്മെൻറ്റും ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ലപോലെ വ്യത്യാസം നമുക്കിതുപോലെ തന്നെ സ്കിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാവും. നല്ലപോലെ നമ്മളുടെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ മാർക്സ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു സിറ്റിംഗ് ഒന്നും ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. കുറേ സിറ്റിങ്ങിലൂടെ പതുക്കെ ആയിരിക്കും ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതി, കാരണം ഇതൊരു അവയർനെസ് ആണ്, ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് അതിനുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ എല്ലാം ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തു പോകാം. നല്ല ഒരു റിസൾട്ട് തന്നെയായിരിക്കും. നമ്മൾ ഒരുപാട് വ്യത്യാസം നമ്മുടെ സ്കിന്നിന് ശരിക്കും കിട്ടും എന്നുള്ളത് തന്നെ. റിസൾട്ട് ഇല്ലാത്തതല്ല, റിസൾട്ട് ഉണ്ടാവും. പക്ഷേ പതിയെ ആയിരിക്കും റിസൾട്ട് വരുന്നതും. പക്ഷേ അത് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് പോയാൽ നമുക്ക് എന്തായാലും ആ ഒരു ഗ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നും നമുക്ക് എങ്ങായിട്ടിരിക്കാനും പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, നമുക്ക് വേണ്ടത് നമ്മൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുക, ഡയറ്റ് കറക്റ്റ് ആക്കുക, പ്രോപ്പറാക്കുക. സോ അത്രയും ചെയ്താൽ തന്നെ മതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ഇന്നത്തെ ക്ലാസ് തന്നെ വരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ക്ലാസ് ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ ഒരു ഫീലാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.